പ്രിയമുള്ളവരെ, ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു സംഭവമായിരുന്നു ഗുർഗാവോണിലെ ജുമാ നമാസിനെതിരായ വലിയ ജനവിക്ഷോഭം. മുസ്ലിങ്ങൾ തെരുവിൽ നിന്ന് നമാസ് നടത്തുന്നതിനെതിരെ വലിയ ജനകീയമായ എതിർപ്പ് ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ട്രാഫിക് അടക്കമുള്ള ജനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള നമാസിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിൽ ശരികളുണ്ടെങ്കിലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇത്രത്തോളം എണ്ണത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഇടങ്ങളില്ലാത്ത ഇടുങ്ങിയ മസ്ജിദുകളാണ് ഉത്തരേന്ത്യയിൽ പലയിടത്തുമുള്ളത് എന്നത് ഒരു വസ്തുതയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്ത ഇടമായിരിക്കുന്നു എന്ന വ്യാപകമായ പ്രചരണത്തിൽ വലിയ വസ്തുതയുമുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ എഴുതിയ ഷെയ്ഖ്വ ഇ ഹിന്ദ് അഥവാ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ ഭാവി എന്ന പേരിൽ ഇറക്കിയ ഒരു പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മിക്കയിടങ്ങളിലും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നേരെ വലിയ അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പൊതുവെ നാം മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് മ്യാൻമാറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, പാകിസ്ഥാനിലെ അഹമ്മദിയ മുസ്ലിങ്ങൾ, അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ അഷാറകൾ, ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങൾ. ഇന്ത്യൻ മുസ്ലിങ്ങൾ പൊതുവെ പലതരത്തിലുള്ള വിവേചനത്തിന് ഇരയാവുന്നുണ്ട് എന്ന ഒരു വലിയ വർത്തമാനം രാജ്യത്തെമ്പാടുമുണ്ട്. അത് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന കാര്യങ്ങളല്ല. പലപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കലാപങ്ങളിൽ പോലീസ് പക്ഷപാതപരമായി പെരുമാറിയ അനുഭവങ്ങളുണ്ട്. മുസ്ലിങ്ങൾ 2015 ശേഷം അഖ്ലാഖിന്റെ സംഭവം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കന്നുകാലികളെ കടത്തിയതിന്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പൊതുനിരത്തുകളിൽ നമാസ് നടത്തുന്നതിന്റെ പേരിൽ അവർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാംസം വേവിച്ചതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജുഡീഷ്യറിയിൽ നിന്ന് പോലും പലപ്പോഴും നീതി കിട്ടാത്ത അനുഭവങ്ങളുണ്ട്. അതുപോലെ ബാബറി മസ്ജിദ് തകർത്ത കേസിൽ നീണ്ടുപോയ അതിൻ്റെ അന്വേഷണങ്ങൾ യഥാർത്ഥത്തിൽ നീതി നിഷേധമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത്തരം ഒരുപാട് സംഭവവികാസങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എങ്കിൽ കൂടിയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ ജീവിക്കാൻ കൊള്ളാത്ത ഇടമായി എന്ന പ്രചരണം പൂർണ്ണമായും ശരിയാണോ? അത് പൂർണ്ണമായും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. മുസ്ലിങ്ങൾക്ക് പാർലമെൻറ്റിൽ ആവശ്യത്തിന് അല്ലെങ്കിൽ ജനസംഖ്യാനുപാതികമായോ ഏറെക്കുറെ അതിനോട് ചേർന്ന് നിൽക്കുന്ന അളവിലോ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല. പാർലമെൻറ്റിലെ മുസ്ലിം എംപിമാരുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം തന്നെയില്ല. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലും മുസ്ലിം പങ്കാളിത്തമില്ല. പഴയകാലത്ത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കൂട്ടത്തിൽ സിക്കന്ദർ ഭക്തിനെ പോലെ, ആരിഫ് ബെയ്ഗിനെ പോലെയുള്ള നേതാക്കളുണ്ടായിരുന്നു. കഴിഞ്ഞ ഇതിൻ്റെ മുമ്പിലത്തെ മോദിയുടെ മന്ത്രിസഭയിൽ മുഖ്താർ അബ്ബാസ് നഖ്വിയെ പോലെയുള്ള ഒരു ഷിയ മുസ്ലിമിൻ്റെ പ്രാതിനിധ്യം ആ മന്ത്രിസഭയിലുണ്ടായിരുന്നു. എന്നാൽ 2014 ശേഷം ആ മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ പ്രാതിനിധ്യം ഒഴിച്ചാൽ പിന്നെ മുസ്ലിം മന്ത്രിമാരുടെ ക്യാബിനറ്റിലെ പ്രാതിനിധ്യം തീരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഈ മുസ്ലിം പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള ഹിന്ദുത്വ ശങ്കകളെ പെരുപ്പിച്ച് കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ ഈ BJP വളർത്തിയെടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഫലസ്തീൻ, ഹിജാബ്, വഖഫ്, തലാഖ് തുടങ്ങിയ മുസ്ലിം വിഷയങ്ങളെ ചൊല്ലിയുള്ള ഹിന്ദു ആശങ്കകളെ പെരുപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള ശ്രമമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം ഇവിടെ പയറ്റുന്നത്. അതിനെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ പ്രതിരോധിക്കേണ്ടത്? മുസ്ലിങ്ങൾ എന്ന നിലയിലാണ് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഹിന്ദു ഭൂരിപക്ഷ വർഗീയതയെ സഹായിക്കുകയുള്ളൂ. ജൂത പ്രശ്നത്തെക്കുറിച്ച് എന്ന പ്രസിദ്ധമായ മാർസിന്റെ പ്രബന്ധം, സ്വയം ജൂതനായിരുന്ന മാർസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജൂതന്മാർ എന്ന നിലയിലാണ് നിങ്ങൾ ജൂതന്മാർ നേരിടുന്ന പ്രശ്നത്തെ നേരിടുന്നതെങ്കിൽ അത് യാതൊരുവിധ ഗുണവും സൃഷ്ടിക്കില്ലെന്ന് മാത്രമല്ല അത് തികച്ചും കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. റോമാക്കാർ ജൂതന്മാരെ ക്രൂരമായി ആക്രമിച്ചു. പിന്നീട് റിഫർമേഷൻ്റെ കാലത്ത് മാർട്ടിൻ ലൂതറിൻ്റെ ആൾക്കാർ തന്നെ, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ തന്നെ വലിയ തോതിൽ സിനഗോഗുകൾ ആക്രമിച്ചു, ജൂതന്മാരെ ആക്രമിച്ചു. ഹിറ്റ്ലറുടെ കാലത്ത് ജൂതന്മാർ കൂട്ടക്കശാപ്പിനെതിരെയായി
പോളണ്ടിലൊക്കെ പോഗ്രോം പോലത്തുള്ള പരിപാടികളിലൂടെ ആയിരക്കണക്കിന് ജൂതന്മാർ കൊല ചെയ്യപ്പെട്ടു. പക്ഷെ അപ്പോഴും ജൂതന്മാരുടെ പ്രശ്നത്തെ അവർ നേരിടേണ്ടത് ജൂതന്മാർ എന്ന നിലയിലല്ല, മതേതര ജനാധിപത്യ മനുഷ്യാവകാശ സമൂഹത്തിലെ പൗരന്മാർ എന്ന നിലയിലാണ് ജൂതന്മാർ തങ്ങളുടെ പ്രശ്നങ്ങളെ നേരിടേണ്ടത് എന്ന കാഴ്ചപ്പാടായിരുന്നു കാൾ മാർക്സിനുണ്ടായിരുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും യഥാർത്ഥത്തിൽ ആ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. മുസ്ലിങ്ങൾ എന്ന നിലയിലുള്ള തങ്ങളുടെ സങ്കുചിതമായ കാഴ്ചപ്പാടിലൂടെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറായാൽ അത് ഹിന്ദു വർഗീയതയെ സഹായിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തങ്ങൾക്കെതിരായി ക്രൂരമായ അതിക്രമങ്ങൾ ചെയ്ത ഒരു വിഭാഗക്കാരായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ചരിത്രത്തിൽ മുസ്ലിം രാജാക്കന്മാർ തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള അതിക്രമങ്ങളെ മുസ്ലിം സമുദായത്തിൻ്റെ മേൽ എഴുതി ചേർക്കുന്നത് തികച്ചും അന്യായമാണ്. ചരിത്രത്തിൽ ഔറംഗസീബോ അല്ലെങ്കിൽ മുഹമ്മദ് ഗസ്നിയോ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വമില്ല, അവർ അതിൽ പ്രതികളുമല്ല. പക്ഷേ ചരിത്രപരമായി തങ്ങളോട് അതിക്രമങ്ങൾ ചെയ്ത ഒരു വിഭാഗക്കാരുടെ പിന്തുടർച്ചക്കാർ എന്ന മട്ടിലാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യയിലെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഈ ചരിത്രത്തിൽ ഇടപെട്ട മനുഷ്യരുടെ നേട്ടങ്ങൾ തങ്ങളുടെ മതത്തിൻ്റെ നേട്ടങ്ങളായി അവതരിപ്പിക്കുന്ന ഒരു രീതിയും നമുക്ക് കാണാനിടയായിട്ടുണ്ട്. ഇന്ത്യയിലെ ദേശീയ മുസ്ലിങ്ങൾ എന്ന് ഒരു കാലത്ത് വിളിക്കപ്പെട്ടിരുന്ന അബുൽ കലാം ആസാദിനെ പോലുള്ള നേതാക്കളുടെ ഒരു പരിമിതി അവർ ദേശീയ ധാരയിൽ നിൽക്കുമ്പോഴും ഒരു പാൻ ഇസ്ലാമിസ്റ്റ് വീക്ഷണത്തിൻ്റെ അടിമകളായിരുന്നു എന്നുള്ളതാണ്. ഒരു രീതിയിലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത തുർക്കി സുൽത്താൻ്റെ ഖലീഫ പദവിക്ക് വേണ്ടി വാദിക്കാൻ പോലും അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള വളരെ ലിബറലായ ഒരു മുസ്ലിമിന് പോലും മതപരമായ ഒരു താല്പര്യമുണ്ടായി എന്നുള്ളത് ഇന്നും അത്ഭുതം തോന്നേണ്ട ഒരു കാര്യമാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാർവദേശീയ സാഹോദര്യം എന്നത് ഒരു അയുക്തികമായ കാര്യമാണ് എന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേസമയം കോൺഗ്രസിനോടോ മറ്റു പാർട്ടികളോടോ ഉള്ള എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെല്ലാം മുസ്ലിം വിരുദ്ധരാണ് എന്ന തെറ്റിദ്ധാരണയും ചില മുസ്ലിം വിഭാഗങ്ങളെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ട്. അത് രണ്ടും തെറ്റായ സമീപനമാണ്. അതേസമയം തങ്ങളുടെ മതത്തിൻ്റെ പോക്കറ്റിലുള്ളത് മാത്രമാണ് സത്യമെന്നും മറ്റുള്ളവരെല്ലാം പേറി നടക്കുന്നത് അസത്യമാണെന്നും തങ്ങളുടെ മതം മാത്രമാണ് ദൈവികമായ സത്യമതമെന്നും ഈ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗങ്ങൾ കരുതി പോരുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ സംഘർഷത്തിന് വേറെ കാരണങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന വർത്തമാനങ്ങളിൽ പ്രധാനമായും കേൾക്കുന്നത് പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോളൂ എന്ന വർത്തമാനമാണ്. അവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രോശമാണ്. പക്ഷേ അതിൽ ഇന്ത്യയുടെ വിഭജനത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും യഥാർത്ഥത്തിൽ നേരിട്ട് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൽ തന്നെ ഇന്ത്യയിലെ ഷിയ മുസ്ലിങ്ങൾ പൂർണ്ണമായും പാകിസ്ഥാൻ രൂപീകരണത്തിന് എതിരായിരുന്നു. ജിന്ന ഒരു ഷിയ മുസ്ലിമായിട്ട് പോലും ഇന്ത്യയിലെ ഷിയ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ രൂപീകരണത്തെ എതിർത്തവരാണ് എന്ന വസ്തുത പോലും നമ്മൾ വിസ്മരിക്കുന്നു. ഇന്ത്യയിലെ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ളവർ പാകിസ്ഥാൻ രൂപീകരണത്തെ നഖശികാന്തം എതിർത്ത് മുസ്ലിം യാഥാസ്ഥിതികരിൽ നിന്ന് ഒരുപാട് അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് എന്നതുകൂടി മറന്നുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന ആക്രോശം വരുന്നത്. ഇത് തികച്ചും ഒരു മര്യാദഘട്ട സംസാരമാണ്. മുജീബുർ റഹ്മാൻ തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന നിലയിൽ തങ്ങളുടെ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്, സെക്യുലർ സമൂഹത്തിലെ മതേതരരായ മനുഷ്യർ എന്ന നിലയിൽ, മനുഷ്യാവകാശമുള്ള മനുഷ്യർ എന്ന നിലയിൽ, ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന ലിബറലായ മനുഷ്യർ എന്ന നിലയിൽ തങ്ങളുടെ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയും ഇന്ത്യയിലെ ഇതര മതസ്ഥരായിട്ടുള്ള മതേതരരായ മനുഷ്യരുമായി ഐക്യപ്പെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണം. തങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം പാർലമെൻറ്റിലും നിയമസഭകളിലും മന്ത്രിസഭകളിലും ഉണ്ടാകണമെന്ന മുസ്ലിങ്ങളുടെ ആവശ്യം തികച്ചും ന്യായമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മതേതര സമൂഹം ഇന്ത്യയിലുണ്ട്. അവർ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കൾ തന്നെയാണ് എന്നതും ഈ മുസ്ലിം വൈകാരികതയെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഹിന്ദുക്കളുടെ എണ്ണം കുറയാനേ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തങ്ങളുടെ പ്രക്ഷോഭം സഹായിക്കുകയുള്ളൂ. അതേസമയം ഷാബാനു ബീഗം കേസ് പോലുള്ള കേസുകൾ ഉണ്ടായപ്പോൾ മതവൈകാരികത ആളിക്കത്തിച്ചുകൊണ്ട് തങ്ങളുടെ സങ്കുചിത നേട്ടത്തിന് ഒരു വിഭാഗം മതയാഥാസ്ഥിതികർ ശ്രമിച്ചത് ഇന്ത്യയിലെ BJPയുടെ വളർച്ചയ്ക്ക് വലിയ ഘടകമായി തീർന്നത് എന്ന വസ്തുത
മുജീബ് റഹ്മാൻ തൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നു. ചുരുക്കത്തിൽ സെക്യുലർ ആയിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതരമായ രീതിയിൽ മാർക്സ് ജൂതപ്രശ്നത്തെ എങ്ങനെ ജൂതന്മാർ നേരിടണം എന്ന് ഉപദേശിച്ചുവോ ആ രീതിയിൽ മുസ്ലിങ്ങൾ എന്ന നിലയിലല്ല, മതേതര ഇന്ത്യയിലെ മതേതരരായ മനുഷ്യർ എന്ന നിലയിലാണ് മുസ്ലിം പ്രശ്നങ്ങളെ നേരിടേണ്ടത്. അല്ലാത്ത പക്ഷം അത് ഹിന്ദുത്വ ശക്തികൾക്കേ ഗുണം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാരം നിർത്തുന്നു. നമസ്കാരം.